ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഫോർ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് എം പരിവാഹൻ എന്നാണ്. ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100% നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ 100% ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. നിങ്ങൾ പലപ്പോഴും വാഹനമായി പുറത്തു പോകുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ ആർ സി ബുക്ക് ആണെങ്കിലും ശരി, അതാണെങ്കിൽ ലൈസൻസ് തന്നെ ആണെങ്കിലും ശരി, ഇത് നിങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. എന്ന് നമ്മൾ മറക്കുന്നു അന്ന് തന്നെ നമ്മൾ നേരെ ഒന്ന് പോലീസിന് മുമ്പിലായിരിക്കും ചാടുന്നു, പോക്കറ്റിന് 5,000-6,000 രൂപ കീറുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരും ഒരു കാര്യം മറക്കത്തില്ല, മൊബൈൽ. നമുക്കൊരു ആക്സിഡൻ്റ് ആയ സമയത്തായാലും നമ്മൾ ചാടി എണീച്ച് ആദ്യം നോക്കുന്നത് മൊബൈലായിരിക്കും. കാരണം എനിക്കൊരു അനുഭവമാണ്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഒരു വണ്ടിയുടെ പുറകെ കൊണ്ട് വെച്ച് ഇടിക്കുകയായിരുന്നു. നല്ല ഇടിയാണ് ഇടിച്ചത്. ആ ഒരു വണ്ടിയേക്കാളിലും ഉയർത്തി ഞാൻ പൊങ്ങിയിട്ട് നേരെ താഴെ വീണിട്ട് ഞാൻ ചാടി എണ്ണിച്ച് ആദ്യം തപ്പിയത് എൻ്റെ മൊബൈലാണ്. മൊബൈൽ എടുത്ത് പോക്കറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയ തലയിറക്കം പോലെ വന്ന് ബോധം കെട്ട് വീണു. അന്ന് ഒരു 6:30 ആയപ്പോഴാണ് 6 മണി 6:30 ആയപ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴാണ് ഞാൻ പിന്നെ ബോധം തെളിയുന്നത്. ബോധം തെളിഞ്ഞ് കണ്ണുറന്ന് നോക്കുമ്പോൾ അപ്പുറം ഇപ്പുറം 2 ടീവികൾ ഇരുന്ന് ബീപ്പൂൺ അടിച്ചിന് ചിരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ അടുത്തിരുന്ന് നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞു, നിങ്ങളിപ്പം ICUലാണ് മകനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ മൊബൈൽ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നേഴ്സ് തൊട്ടിട്ടിരിക്കുന്ന ടേബിളിൽ നിന്ന് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലെടുത്തു വന്നു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. 3 ദിവസം ഞാൻ ICU കിടന്നു. ഒരു കാര്യമില്ലാതെ 3 ദിവസം ICU കിടന്നു. 4ാമത്തെ ദിവസമാണ് നമ്മൾ പിന്നെ വാർഡിലേക്ക് മാറ്റിയത്. നമ്മൾ ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയി. നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി മുതൽ നമുക്ക് ആർ സി ബുക്ക് ആണെങ്കിലും ശരി, ലൈസൻസ് ആണെങ്കിലും ശരി, നമുക്ക് ഇനി മുതൽ നമ്മുടെ കയ്യിൽ കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മൊബൈലിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആർ സി ബുക്കും അതേപോലെ തന്നെ ലൈസൻസും നമുക്കിതിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് പോകാം. പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു യൂട്യൂബ് തുടക്കക്കാരെന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. സോ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. പ്ലേ സ്റ്റോറിൽ കയറി ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എം പരിവാഹൻ ഇവിടെ തന്നെ എടുക്കുന്നുണ്ട്. നേരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഇംഗ്ലീഷ് ഓർ ഹിന്ദി കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. പിന്നീട് നമുക്ക് വരുന്നത് ഇനിയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് തന്നെ RC ഡാഷ്ബോർഡ്, DL ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. RC ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ RC ബുക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്തിടാം. ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ അത് വെരിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യുക. നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. OTP അടിച്ചു കൊടുക്കുക. അടിച്ചു കഴിയുമ്പോൾ 2-3 ടേം ആൻഡ് കണ്ടീഷനൊക്കെ ചോദിക്കുക. അത് അലോ ചെയ്ത് കൊടുക്കുക. അത്രയുള്ള പരിപാടി. അത് കഴിഞ്ഞ് ബാക്ക് വന്നിട്ട് നിങ്ങൾ RC ബുക്കിൻ്റെയും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും നമ്പർ അടിച്ച് ഇത് സേവ് ചെയ്ത് ജസ്റ്റ് നമുക്കിപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്യുക. പ്ലീസ് വെരിഫൈ യുവർ DL ഡീറ്റെയിൽസ് യൂസിങ് DOB. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. അത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫുൾ നമ്പർ ഒന്നുകൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം. അവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ടോപ്പിലായിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പരും അതിനൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നോക്കാം. നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യേണ്ട, നമുക്കിവിടെ ഡാഷ്ബോർഡിലോട്ട് പിന്നെ സേവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെയും പിന്നെ ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്കൊന്ന് അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്യാം. വേണ്ട, നമുക്ക് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് നിന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും ഇത്. അങ്ങനെ RC ബുക്ക് ആണെങ്കിലും ശരി, അതണക്ക് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ശരി, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സേവ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഒന്നും കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.